Dear students, very good morning all. All are welcome to Business Management new video classroom. In this video, we are going to discuss new chapter leadership. Under this chapter, what do you mean by leadership? Who is a leader? Then definition of leadership. Then what are the different qualities or traits of a good leader? Then importance and functions of leadership. Then let's go. What do you mean by leadership? And also, who is a leader? It is the behavior of an individual. That means leadership is an behavior. Leadership is a behavior of an individual when he or she is directing the activities of a group towards a shared goals. ഒരു മെന്നാവട്ടെ ഒരു വിമൺ ആവട്ടെ ഒരു ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റീസ് ഒരു ടീമിൻ്റെ ആക്ടിവിറ്റീസിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടർ ഉള്ള ഇൻഡിവിജ്വൽ മെന്നോ വുമണോ ആണ് നമ്മൾ എന്ത് പറയുന്നത് ലീഡർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ വെൻ ഹി ഓർ ഷീ ഈസ് ഡിറക്റ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് എ ഗ്രൂപ്പ് towards a shared goals. നമുക്കറിയാം ഏതൊരു ആക്ടിവിറ്റീസിനും ഒരു ഗോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻഡിവിജ്വൽ അയാളിൻ്റെ മാക്സിമം ട്രേറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം ക്വാളിറ്റീസ് ആ ഗ്രൂപ്പിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആറ്റിറ്റ്യൂഡിൽ ബിഹേവ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെന്നിനെ അല്ലെങ്കിൽ വിമണിനെയാണ് നമ്മൾ ലീഡർ എന്ന് വിളിക്കുന്നത്. A leader is a person lead of an organization. Otherwise, a person who can lead an organization. ഒരു ഓർഗനൈസേഷനെ ലീഡ് ചെയ്യാൻ പറ്റുന്നത് ആരാണ്? അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലീഡ് എന്ന് പറയുന്നത്. അഥവാ ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനെ ലീഡ് ചെയ്യാൻ പറ്റുന്നത്, അവരെയാണ് ലീഡർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. Leadership is the process of encouraging and helping others to work enthusiastically towards objectives. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ എൻകറേജ് ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യിക്കുന്നു വളരെ എൻതൂസിയാസ്റ്റിക്കലി. അപ്പോൾ വളരെ ഉത്കണ്ഠയോടുകൂടി അല്ലെങ്കിൽ ഒരുപാട് ആത്മാർത്ഥതയോടുകൂടി ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു ടീമിനെ ഹെൽപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻകറേജ് ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്ന പ്രോസസ്സിനാണ് ലീഡർഷിപ്പ് എന്ന് പറയാം. ലീഡർഷിപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് എൻകറേജിങ് ആൻഡ് ഹെൽപ്പിംഗ്. എൻകറേജ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനാ? അതേഴ്സ് ടു വർക്ക്, മറ്റുള്ളവരുടെ വർക്കിന് വേണ്ടിയിട്ട്. ദെൻ enthusiastically towards objectives or goals. Okay, it is the relationship in which one person influences others to work together willing to on related tasks to attain goals decided by the leader and or a group. It is a relationship in which one person influences others to work together willingly on related tasks to attain goal desired by the leader and or group. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു ടീമിനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് എൻകറേജ് ചെയ്യുകയും അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലീഡറും അവരുടെ ഫോളോവേഴ്സും തമ്മിലുള്ള ഒരു ഗുഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വൺ പേഴ്സൺ ഇൻഫ്ലുവൻസസ് അതേഴ്സ് ടു വർക്ക് ടുഗദർ വില്ലിംഗ്ലി ഓൺ റിലേറ്റഡ് ടാസ്ക് then to attain goal desired by the leader and or group. ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു ടീമിനെ അതല്ലെങ്കിൽ ഒരു ലീഡർ പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോള് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ആ ഗ്രൂപ്പിലുള്ള ഓരോ ആളുകളുടെ കൂടെയും ഒരുമിച്ച് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നതിന് അവരെ ഹെൽപ്പ് ചെയ്യുകയോ എൻകറേജ് ചെയ്യുകയോ ചെയ്യുന്ന ടോട്ടൽ ആക്ടിവിറ്റീസിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുക. Is it clear? Leadership is the process of influencing a group to the accomplishment of goal. In simple words,
Then what do you mean by leadership, or what is leadership? Leadership is a process of influencing a group. ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു ടീമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ടു ദ അക്കോംപ്ലിഷ്മെന്റ് ഓഫ് ഗോൾ. അപ്പോൾ മാനേജ്മെന്റിന് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിനാണ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്ന ഇൻഡിവിജ്വലിനെ മെന്നോ വുമണോ ആവട്ടെ അവരെ നമ്മൾ ലീഡർ എന്ന് പറയുന്നു. എ പേഴ്സൺ ഹു ക്യാൻ ലീഡ് ആൻ ഓർഗനൈസേഷൻ ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ദെയർ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒരു ഫേമിന്റെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി അവരെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്ന സ്പെസിഫൈഡ് പേഴ്സണെയാണ് ലീഡർ എന്ന് പറയുക. ആ ലീഡർ ഓരോ ടീമിനെയും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോസസ്സിനെ ലീഡർഷിപ്പ് എന്ന് പറയുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ ലീഡർ ടു ഇൻഡ്യൂസ് സബോർഡിനേറ്റ്സ് ടു വർക്ക്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ ലീഡർ. ഒരു ലീഡറിന്റെ അല്ലെങ്കിൽ നേതൃത്വം വഹിക്കുന്ന ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റിയാണ്. എന്താണ് അയാളുടെ എബിലിറ്റി? ടു ഇൻഡ്യൂസ് സബോർഡിനേറ്റ്സ് ടു വർക്ക് വിത്ത് കോൺഫിഡൻസ്. വളരെ കോൺഫിഡൻസോട് കൂടി വർക്ക് ചെയ്യാൻ വേണ്ടി അവരെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നു. ആൻഡ് സീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ശുഷ്കാന്തി കാണിക്കാം. അവിടെ വളരെ ആത്മാർത്ഥതയോട് വളരെ ആറ്റിറ്റ്യൂഡിലും പോസിറ്റീവായ ആറ്റിറ്റ്യൂഡിലെയും ഞാൻ എന്തൂസിയാസ്റ്റിക്കലി ആയിട്ടും എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയാണ്. ദെൻ ദാറ്റ് ചേഞ്ചസ് പൊട്ടൻഷ്യൽ ഇൻ ടു റിയാലിറ്റി. ഓക്കെ, അപ്പോൾ ഓരോ ലീഡറും ഓരോ വർക്കേഴ്സിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? എനാക്ട് ചെയ്യുന്നത്. അത് ഒരു റിയാലിറ്റിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. Let's go definition of leadership. Leadership definition. Leadership definition. Then according to G.R. Terry, leadership is the activity of influencing people to strive willingly for group of objectives. Once more, leadership is the activity of influencing people. അപ്പോൾ നമ്മൾ പറഞ്ഞു സൊസൈറ്റിയിലുള്ള ആളുകളെ ഒരു പൊളിറ്റിക്കൽ ലീഡർ, ദെൻ ഒരു ക്ലാസിൻ്റെ ലീഡർ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ ലീഡർ, പ്രൊഡക്ഷൻ ഏരിയയിലെ ലീഡർ, മാർക്കറ്റിംഗ് ഏരിയയിലെ ലീഡർ, ദാറ്റ് മീൻസ് അവരൊക്കെ ഓരോ ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരാണ്. ഇപ്പോൾ ക്ലാസ്സിലുള്ള റിമൈനിങ് സ്റ്റുഡൻസിൻ്റെ പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏത് ഏരിയ അല്ലെങ്കിൽ ഏത് സെക്ടറിൽ നിന്നാണോ വിന്നർ ആയിട്ടുള്ളത് ആ ഏരിയയിലുള്ള മുഴുവൻ ആളുകളുടെയും ലീഡർ ആയിരിക്കും. ഓക്കെ, ദെൻ മാർക്കറ്റിംഗ് ലീഡർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷനിലെ മാർക്കറ്റിംഗ് സെക്ഷനിൽ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടോ അവരെ ഒക്കെ മാനേജ് ചെയ്യുന്നതിനും അവർക്കൊക്കെ ഡയറക്ഷൻ കൊടുക്കുന്നതിനുമുള്ള ഒരു സ്പെസിഫൈഡ് ഇൻഡിവിജ്വൽ ആയിരിക്കും ലീഡർ എന്ന് പറയുന്നത്. സോ ലീഡർഷിപ്പ് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ. എന്തിനാണ് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നത്? ടു സ്ട്രൈവ് വില്ലിംഗ്ലി ഫോർ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ആ ഫേമിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണോ, അതായത് ആ മാർക്കറ്റിംഗ് ഡിവിഷൻ്റെ, പൊളിറ്റിക്കൽ ലീഡറിൻ്റെ, ക്ലാസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണോ അത് ഓരോന്നിൻ്റെയും ഒബ്ജക്റ്റീവിനനുസരിച്ച് കൊണ്ട് ലീഡർഷിപ്പിൻ്റെ ആക്ടിവിറ്റീസിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ടെറിയുടെ അഭിപ്രായത്തിൽ ലീഡർഷിപ്പ് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു സ്ട്രൈവ് വില്ലിംഗ്ലി ഫോർ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ ആണ് ആ ആക്ടിവിറ്റീസിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ ഓരോ ഇൻഡിവിജ്വലിനെയും അല്ലെങ്കിൽ അതിനുള്ള ടീം മെമ്പേഴ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്ന പ്രോഗ്രാമിനാണ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനാണ് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, then features of leadership. What are the different features? Features of leadership. What are the different features of leadership? The number one, leadership is a personal quality of behavior and character in a man. That means ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ആറ്റിറ്റ്യൂഡ്, കൾച്ചർ, ട്രേഡ്സ്, സ്കില്ല്, നോളേജ്, കപ്പാസിറ്റി, കേപ്പബിലിറ്റീസ്, ദീസ് ആർ ഡിഫറെൻറ്റ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺസ്. സോ ഒരു ഇന്നർ ഫീലിംഗ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഇന്നർ ഫീലിംഗ് ഇവൻ്റാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ
ലീഡർഷിപ്പ് ഈസ് എ പേഴ്സണൽ ക്വാളിറ്റി ഓഫ് ബിഹേവിയർ ആൻഡ് ക്യാരക്ടർ. ഓരോ ലീഡേഴ്സും അവരുടെ ഗ്രൂപ്പിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുന്ന അതായത് ഡയറക്ഷൻ കൊടുക്കുന്ന ആ ഒരു ടോണ് തന്നെ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അത് അയാൾക്കുള്ള ഒരു ക്വാളിറ്റിയാണ്. ദാറ്റ് മീൻസ് ആ ഒരു ഇൻഡിവിജ്വലിന്. അതേസമയം മറ്റൊരു ലീഡറിൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത്, ദാറ്റ് മീൻസ് അയാൾ ആ ഗ്രൂപ്പിലേക്ക് വന്ന് നിന്നാൽ തന്നെ ഫോളോവേഴ്സ് അവർ കമാൻഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിക്കൊണ്ട് അവിടെ ആ പ്രസൻസ് തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓരോ ഇൻഡിവിജ്വൽസിനെയും ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോരുത്തരുടെയും ട്രേറ്റ്സും ക്വാളിറ്റീസും അല്ലെങ്കിൽ അവരുടെ കേപ്പബിലിറ്റി അനുസരിച്ചുകൊണ്ട്. സോ നമ്പർ 1 ഫീച്ചേഴ്സ് ഓഫ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് ഈസ് എ പേഴ്സണൽ ക്വാളിറ്റി ഓഫ് ബിഹേവിയർ. പേഴ്സണൽ quality of behavior. Personal quality of behavior. The second one, leadership helps others to attain specific goals. Specific goal attain ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. Leadership helps to others to attain specified or predetermined goal. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു ലീഡർ അയാളുടെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് വർക്കറാണ് ലീഡറാണ് എന്ന രീതിയിൽ എനാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും, ആ ഗ്രൂപ്പിലുള്ള ഓരോ ആളുകൾക്കും പ്രീ ഡിറ്റർമിൻഡ് ആയുള്ള ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ഈ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്നു. ഓക്കെ, ദെൻ ലീഡർഷിപ്പ് ഈസ് റിലേറ്റഡ് ടു എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ at a given point of time and under the specific set of circumstances. ഓക്കെ, ലീഡർഷിപ്പിൻ്റെ സ്റ്റൈല് അല്ലെങ്കിൽ ലീഡർഷിപ്പിൻ്റെ നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഓരോ ഗ്രൂപ്പ് ടു ഗ്രൂപ്പിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഓരോ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓരോ സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ ഓരോ കണ്ടീഷൻസ് വരുമ്പോൾ ആ കണ്ടീഷൻസിലുള്ള ലീഡർഷിപ്പും പ്രിവാലിഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസും തമ്മിൽ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ലീഡർഷിപ്പ് ഈസ് റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. അപ്പോൾ സിറ്റുവേഷൻ ബേസിലായിരിക്കും എന്നുണ്ടാവുക, particular situation ബേസിൽ ലീഡർഷിപ്പ് എന്തായിരിക്കും, ചേഞ്ചസ് ഉണ്ടായിരിക്കും. Then next one, it is a reciprocal relationship between the leader and the followers. ഒരു ലീഡർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു സൂപ്പർവൈസർക്ക് സബോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മാനേജർക്ക് സബോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ ഒരു ലീഡർക്ക് ആരുണ്ടായിരിക്കും, ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും. സോ it is a reciprocal relationship between the leader and the followers. ലീഡറും ഫോളോവേഴ്സും തമ്മിലുള്ള ഒരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, which a leader does not only influence the behavior but also influenced by them. അതായത് അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മാത്രമല്ല, ഓരോ ഗ്രൂപ്പിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് അയാൾക്കും കിട്ടുന്നുണ്ട്, അതുപോലെ അയാൾ ആ ഗ്രൂപ്പിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താണ്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു റെസിപ്രോക്കൽ. ദാറ്റ് മീൻസ് ലീഡറിന്റെ പക്കൽ നിന്നുള്ള കമാൻഡുകൾ ഫോളോവേഴ്സിന് കൊടുക്കുന്നു. ദെൻ ഫോളോവേഴ്സിന്റെ ആക്ടിവിറ്റീസിൽ നിന്നും ഒരുപാട് ഇവന്റ് ആർക്ക് പഠിക്കാനുണ്ടായിരിക്കും, ലീഡർക്കും പഠിക്കാനുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതൊരു റെസിപ്രോക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ ലീഡർ ആൻഡ് ഫോളോവേഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് ഇൻവോൾവ്സ് ദ ഷെയറിംഗ് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ ദ ലീഡർ ആൻഡ് ഹിസ് ഫോളോവേഴ്സ്. അപ്പോൾ ഇവിടെ ഫോളോവേഴ്സും ലീഡേഴ്സും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഷെയറിംഗ് ഓഫ് ഇൻട്രസ്റ്റ്. ഫിഫ്ത്ത് വൺ, ഷെയറിംഗ് ഓഫ് ഇൻട്രസ്റ്റ്. Sharing of interest in between leader and the followers. അപ്പോൾ ലീഡറും ഫോളോവേഴ്സും തമ്മിലുള്ള ഓരോ വസ്തുതകളും എന്തായിരുന്നു, ഷെയർ ചെയ്യുന്നു. അതുപോലെ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. പെർട്ടിക്കുലർ സിറ്റുവേഷൻ വൈസിൽ ഇതിന് ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഒരു ലീഡറിന്റെ ആക്ടിവിറ്റീസ് മുഖേന ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഹെൽപ്പ് ഉണ്ടായിരിക്കും. ദെൻ പേഴ്സണൽ ക്വാളിറ്റി ഓഫ് ബിഹേവിയർ. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഓരോ ലീഡേഴ്സിൻ്റെയും പേഴ്സണൽ ക്വാളിറ്റിക്ക് അനുസരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും ആ ലീഡർഷിപ്പിൻ്റെ ടോട്ടൽ ആക്ടിവിറ്റീസിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും.